ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാൻ കരുതി. അപ്പോൾ ഞായറാഴ്ചയാണ്, രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി വന്നു. നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യണം. അതുകൂടാണ്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ബിസി സൺഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് ഡാനിക്കുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച എല്ലാവരും ഫ്രീ ആയത് കാരണം ഞങ്ങൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കേക്ക് അവളുടെ അമ്മ ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം എന്നോട് ഈ ടേബിൾ സെറ്റ് ഐറ്റംസ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു യൂണിക്കോം തീമിലാണ് അവൾ കേക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കപ്പ് കേക്കും പോപ്സും എല്ലാം ആ ഒരു തീമിൽ തന്നെ കൊടുത്തിട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയുള്ളൊരു ബർത്ത്ഡേ പാർട്ടി തന്നെയാണ്. അത് നമുക്ക് കേക്കും പിന്നെ ഒരു കപ്പ് കേക്കും മാത്രമായിരുന്നു. കേക്ക് ഒരു 2 കിലോൻ്റെ ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവർ പറഞ്ഞിരുന്നത് വെച്ചാൽ നമ്മുടെ ബേബി ബോസിൻ്റെ തീമാണ്. അപ്പോൾ ഈ ബേബി ബോസിന് കാണുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ബേബി ബോസ് ഇതല്ലല്ലോ എന്നുള്ളത്. ശരിയാണ്, ഇതല്ല. അത് അവർ തന്നിരുന്ന ആ ഒരു ബർത്ത്ഡേ ബോയുടെ ഫോട്ടോ ഞാൻ അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അവരങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ കെട്ടിയാൻ 3D വിഷ്വലൈസറൊക്കെ ആയത് കാരണം ചേട്ടനെ ഞാൻ ആ പരിപാടി ഏൽപ്പിച്ചു. ചേട്ടൻ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തൊക്കെ തന്നായിരുന്നു. എന്നിട്ട് ഞാൻ പോയി പ്രിൻ്റ് എടുത്തു കേക്കിൽ വെച്ചായിരുന്നു. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള കപ്പ് കേക്ക്. ഈ ബ്ലൂ കപ്പ് കേക്ക് നമുക്ക് ആ കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളതും പിന്നെ ഒരു പർപ്പിൾ കളറ് നമ്മൾ നേരത്തെ കാണിച്ച പോപ്സിൻ്റെയും സിക്കിൾസിൻ്റെയൊക്കെ കൂടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം 11:30ക്കാണ് ഡെലിവറി ചെയ്യാനുള്ളത്. പിന്നെ ഒരെണ്ണം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ ഡെലിവറി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അമ്മച്ചി നല്ല ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഒരു ഇത്തിരിയും കൂടി 1-2 ഡെക്കറേഷൻ പരിപാടിയും കൂടി ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവധിയുള്ള ദിവസങ്ങൾ മെയിനായിട്ടും ഇവർക്ക് കുറച്ച് തല്ലുടിക്കലും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചത് കാരണം കുറച്ച് തല്ലുടുത്തം കൂടുതലാണ്. ആ വണ്ടിക്ക് വേണ്ടി ഭയങ്കര ഇടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ വഴിക്ക് നടക്കും. അപ്പോൾ രാവിലെ ഇതേ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അമ്മച്ചി ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയുടെ കൂടെ. എനിക്ക് ഇഡ്ഡലിനേലും കുറച്ചും കൂടി താല്പര്യം ദോശ ആയതുകൊണ്ട് ഞാൻ ദോശ എടുത്തത് കേട്ടോ. ചേട്ടന് ഞാനൊരു ദോശയും പിന്നെ 2 ഇഡ്ഡലിയും കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ നടക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ കപ്പ് കേക്കിൻ്റെ മേളിൽ ഒരു ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് മൊത്തം ഡെക്കറേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതേപോലെ ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡോണറ്റ്സും പോപ്സും സിക്കിൾസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡോണറ്റ്സും കപ്പ് കേക്കും പോപ്സും സിക്കിൾസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഒരു നമ്മുടെ കേക്ക് പാക്ക് ചെയ്യുന്ന 10 ഇഞ്ചിൻ്റെ ബോക്സിനകത്താണ് ഈ എല്ലാ ഐറ്റംസും കൂടി കയറ്റുന്നത്. കപ്പ് കേക്ക് മാത്രം നമ്മൾ കപ്പ് കേക്കിൻ്റെ ബോക്സിനകത്താണ് വെക്കണേ കേട്ടോ. അങ്ങനെ അത് ഫുൾ പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത കേക്കും കപ്പ് കേക്കും കൂടി ഞാനൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി. കാരണം ഇനി കൊടുക്കുന്ന നേരമാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ധൃതിയായി പോകും. അങ്ങനെ ഈ കേക്കൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്യലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്തിട്ടാ കഴിക്കണേ? എന്തിട്ടാ? കുമ്പട്ടിങ്ങ എവിടെ? ഹെച്ചക്കുട്ടിക്ക് കുമ്പട്ടിങ്ങ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് കുമ്പട്ടിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഗ്ലാസ്സിലാക്കി കൊടുത്തേക്കാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അവൾക്കും ഇതൊക്കെ ബോക്സിനകത്ത് ആക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാഷിങ് കാര്യങ്ങളായിരുന്നു. അങ്ങനെ 1-2 കപ്പ് കേക്കൊക്കെ എനിക്കിങ്ങനെ എടുത്ത് തന്നപ്പോഴേക്കും പുള്ളിക്ക് ഒരാശ്വാസമായിട്ടോ. അപ്പോൾ സഹായിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് ടൈമിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ ടോൾ കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ടോൾ കേക്കിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണെങ്കിൽ എങ്ങനെ ബോക്സ് പാക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഈ പ്രാവശ്യം ഞാൻ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ദേ കാറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഹെസക്കുട്ടിയും ഡാനിക്കുട്ടിനും ഉള്ളത് കാരണം ഞങ്ങൾ 3 പേരാണ് സാധാരണ ബാക്കിൽ ഇരിക്കാറ്. അപ്പോൾ ഇന്ന് ഇത്രയും ഐറ്റംസൊക്കെ ഉള്ളത് കാരണം ഡാനു ഫ്രണ്ടിലും ഞാൻ
ഹെസക്കുട്ടിയും ബാക്കിലാണ് കേട്ടോ. ഹെസക്കാണെങ്കിൽ ചില നേരത്തൊക്കെ ഇതിങ്ങനെ പിടിക്കലും തോണ്ടലൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡെലിവറിയൊക്കെ ചെയ്തു. അങ്ങനെ നേരെ തിരിച്ച് നമ്മൾ ബർത്ത്ഡേ നടക്കുന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഡാനിക്കുട്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ടൊക്കെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഒരുപാട് കളിക്കാൻ പറ്റിയ ഐറ്റംസ്, പിന്നെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഡാനിക്കുട്ടിൻ്റെ മെസ്സക്കുട്ടിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അവൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിന്നെ നമ്മൾ കൊണ്ടുപോയ ടേബിൾ സെറ്റ് ഐറ്റംസൊക്കെ ഞങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്തു, ടേബിളുമ്മ വെച്ചു. പിന്നെ ബലൂണൊക്കെ അവർ ഓൾറെഡി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. അതിങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഒന്ന് കൂടാലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 2 പേര് മാത്രം വന്നില്ല. ജോലിയുടെ ചെറിയ ഇഷ്യൂസൊക്കെ ആയത് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെ നടന്നില്ല. അത് ഞങ്ങൾക്ക് കുറച്ച് ടൈമിന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിനി ആലുവക്കും കൂടി പോകാനുള്ളത് കാരണം അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പിള്ളേരുടെ കളികളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് 2 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് കവർ ചെയ്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതേ നമ്മൾ ആലുവയിലേക്ക് പോവുകയാണ്. അവിടെ ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഒരു 3:30 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബർത്ത്ഡേക്ക് പോയി വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും കുറച്ചും കൂടി ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ആൻറ്റി ഞങ്ങൾക്ക് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇതേപോലെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ നാളത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത് കാരണം ഒരുപാട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേരും എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ചേച്ചിയുടെ മോൾക്ക് കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തിങ്ങനെ കണ്ടപ്പോഴേക്കും ഡാനിക്കുട്ടിനും മെസ്സക്കുട്ടിക്കാണെങ്കിൽ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവരുടെയും കുറേ കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ടാറ്റാ.